back to a new session of our English by Ellen's Academy. Of studies എന്ന് പറയുന്ന ഫ്രാൻസിസ് ബേക്കന്റെ ചാപ്റ്റർ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. So in this last session we have dealt with the second paragraph of our chapter and now we are moving on to the third one. Let's read. History is made wise men, poets witty, the mathematics subtle, natural philosophy deep and moral grave, logic and rhetoric able to contend. So this is the first sentence. History makes men wise. എങ്ങനെയൊക്കെയാണ് ഓരോ സബ്ജക്ട്സും നമ്മൾ അതിനെക്കുറിച്ച് റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുമ്പോൾ how does it affect our human brain? The first one is histories make wise men. നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ it will make wise men. നമ്മളെ കുറേ കൂടെ വൈസ് ആക്കും. Why? Because history is basically the past knowledge, right? The knowledge about past. So these past experiences analyze ചെയ്യുമ്പോൾ past experience അല്ല ഇവർക്ക് കിട്ടിയ ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നമ്മളുടെ തന്നെ അനുഭവങ്ങളായിക്കോട്ടെ എവറിഥിങ് വിൽ കോൺട്രിബ്യൂട്ട് ടു do or to act according to the situation. What should be done to situation? What is to be done എന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് അല്ലെങ്കിൽ ഓരോ സിവിലൈസേഷനും നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സിന്റെ ഒരു സ്ട്രക്ചറിലാണ് ഇന്നും ബിൽഡിങ്സ് ഫോം ചെയ്തിട്ടുള്ളത്. സോ സ്റ്റഡിയിങ് ഹിസ്റ്ററി, ചിലർ പറയും ഹിസ്റ്ററി എന്താണ്, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. സോ വൈ വി ഹാവ് ടു ലേൺ അബൌട്ട് ദീസ് ഹിസ്റ്ററീസ് ആൻഡ് ഓൾ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഫാക്ടർ, ഇറ്റ്സ് another thing. But what is to be grasped from studying this history is what others have done. അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഈ ഒരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്താണ് അവർ ചെയ്തത്. ഇപ്പൊ നമുക്ക് വായിക്കുകയാണെങ്കിൽ സിവിലൈസേഷന്റെ കാലത്ത് എങ്ങനെയാണ് ഇറിഗേഷൻ നടന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു സിവിലൈസേഷന്റെ കാലത്ത് ഉണ്ടായിരുന്നത് അഗ്രികൾച്ചർ ആൻഡ് കാറ്റൽ റെയറിംഗ് ആണ് അല്ലെ. സോ ഇൻ ദിസ് അഗ്രികൾച്ചറൽ തിങ് എങ്ങനെയൊക്കെയാണ് ഈ അഗ്രികൾച്ചറിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നത്, അവരെങ്ങനെയാണ് ഗ്രാനറീസ് ഫോം ചെയ്തത് എന്നൊക്കെ നമ്മൾക്ക് ഈ ഒരു പുതിയ ജനറേഷനിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് സം സോർട്ട് ഓഫ് ബേസ്. ആ ഒരു ബേസ് കിട്ടുന്നത് എങ്ങനെയാണ്? വി ഷുഡ് അനലൈസ് വാട്ട് ഹിസ്റ്ററി ഹാസ് ഡൺ. പീപ്പിൾ ഓഫ് ദ ഏർലി ഏജ് അവരെന്താണ് ചെയ്തത് ഈ ഇത്തരത്തിലുള്ള സിമിലർ സിറ്റുവേഷനിൽ. വാട്ട് ദേ ഹാവ് ഡൺ ഇസ് എ ക്വസ്റ്റ്യൻ വി ഹാവ് ടു മേക്ക്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പോയറ്റ്സ് വിറ്റി. ഹിസ്റ്ററീസ് ആൾക്കാരെ വൈസ് ആക്കും ബൈ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അനലൈസേഷൻ ഓഫ് ദ സിമിലർ സിറ്റുവേഷനിലൂടെയൊക്കെ എങ്ങനെയാണ് ഹിസ്റ്ററി ഒരു മാനിനെ വൈസ് ആയിട്ട് ക്രേവ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പോയറ്റ്സ് വിറ്റി. എന്താണ് മക്കളെ? പോയട്രി ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് സ്റ്റഡി അല്ലേ, അല്ലെങ്കിൽ റീഡിങ്. പോയറ്റ്സ് എഴുതിയിട്ടുള്ളത് എന്താണ്? പോംസ് ആണല്ലേ. ഈ പോംസ് ഒക്കെ റീഡ് ചെയ്യുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ ഐഡിയോളജീസ് അവർ എഴുതി വെക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി അവർ എഴുതി വെക്കുന്നു. നമ്മളൊരു പോം റീഡ് ചെയ്യുമ്പോൾ അതിലൂടെ എന്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്നത്? We will start to imagine. The second point is we will be more creative and will help us to think with emotions and logic combined. Here it states that നമ്മൾക്ക് പോയട്രി വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള വലിയ എഴുത്തുകാരുടെയൊക്കെ കൃതികൾ വായിക്കുമ്പോൾ മേ ഇറ്റ് ബി സം സോർട്ട് ഓഫ് നോവൽസിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റീസ് കാണാൻ പറ്റും, പല ജോണേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മേ ബി ഹൊറേഴ്സ് or investigations or romance or some sort of comedy, maybe any sort of genre. ഇതിനകത്തൊക്കെ എന്താണ് വരുന്നത്? ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, തോട്ട് ഓഫ് ഇമോഷൻസ് പ്ലസ് ലോജിക്, ഇതൊക്കെ ഒത്തുചേർന്ന് വരുന്നതാണ് എന്ത്? പോയട്രി എന്ന് പറയുന്നത്. So, and the
Third one is mathematics makes a man subtle. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ പഠിച്ചു ഹിസ്റ്ററി ആസ് വെൽ ആസ് പോയട്രി. ഈ ഹിസ്റ്ററി എങ്ങനെയാണ് ഒരാളെ വൈസ് ആക്കുന്നത്, പോയട്രി എങ്ങനെയാണ് ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. മൂവിങ് ഓൺ ടു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് മേക്ക് ഹ്യൂമൻ ബീങ്സ് തിങ്ക് ലോജിക്കലി. ഈ ഒരു സോർട്ട് ഓഫ് കംപ്ലൈന്റ് വന്നു. ഒരു എഞ്ചിനീയർ ഒക്കെ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഇമാജിൻ നിങ്ങളുടെ കാറൊക്കെ എടുത്ത് നിങ്ങളൊരു മാളിൽ പോവാണ്. ഒരു മാളിൽ പോയി കഴിയുമ്പോൾ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവുമല്ലോ. പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെന്ന് വിചാരിച്ചു. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള കോൺസെർട്ടിനാണ് നിങ്ങൾ പോകുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഹാപ്പനിങ് എ കോൺസെർട്ട്. ഈ ഒരു കോൺസെർട്ടിന് വന്നത് നിങ്ങളുടെ കാർ എടുത്തിട്ടുണ്ട്. സോറി, ബാഡ് ഇൻ ഡ്രോയിങ്. സോ നിങ്ങൾ നിങ്ങളുടെ കാർ എടുത്തിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. എന്ത് ചെയ്യും? നിങ്ങൾ ആ ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ, 2 കാർ പാർക്ക് ചെയ്തതിന്റെ ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ. അതിനെങ്ങനെയാണ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലേക്ക് നിങ്ങളുടെ കാറ് മുട്ടിക്കാതെയും തട്ടിക്കാതെയൊക്കെ കയറ്റുന്നത്? ഇറ്റ്സ് സിംപ്ലി ദ യൂസേജ് ഓഫ് മാത്തമാറ്റിക്സ്. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് അവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ വലിയ കാൽക്കുലേഷൻ ഒക്കെ ഇന്ന ഡിഗ്രിയിൽ ടയറിന്റെ വീല് നമ്മൾ സ്റ്റിയറിംഗ് വളച്ചാൽ മാത്രമേ അതിനകത്തോട്ട് കയറും. ഇത് നമ്മൾ കാൽക്കുലേഷൻ നമ്മൾ ഡൂ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് യു ആർ തിങ്കിങ് ലോജിക്കലി വാട്ട് ഹാവ് ടു ബി ഡൺ ഓവർ ദർ എന്ന് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തിട്ടാണ് നമ്മളത് സ്റ്റിയറിംഗ് തിരിച്ച് നമ്മൾ ആ ഒരു പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നത്. സോ ഇറ്റ് ഇസ് സോ ലോജിക്കൽ. ഇറ്റ് മേക്സ് എ ഹ്യൂമൻ ബീങ് മോർ ലോജിക്കൽ ആൻഡ് പ്രിസൈസ് ഇൻ വാട്ട് ദേ ആർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ we should be more precise in what we are doing. So mathematics makes a man subtle. Natural philosophy, deep moral grief. So what do you mean by natural philosophy, my dear students? Natural philosophy simply means science. This means സയൻസ് ആണ് റെനൈസൻസിന് ഏറ്റവും കൂടുതൽ ഭാഗം വഹിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ സയൻസ് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നതിലൂടെ വാട്ട് വി ഗെറ്റ് ഇസ് എ ഡീപ്പ് അനലൈസേഷൻ ഓർ അനലിറ്റിക്കൽ തോട്ട് അബൌട്ട് സംതിങ്. ഇപ്പോൾ റാബിസ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം പണ്ട് കാലത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നിട്ട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് റാബിസ്. സോ ഈ റാബിസിന് വേണ്ടിയിട്ട് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സോ ഹി തോട്ട് അതൊരു കാര്യം. സിംപ്ലി സെയിങ്, നമ്മുടെ ന്യൂട്ടന്റെ തലയിലോട്ട് ആപ്പിൾ വീണു. ആപ്പിൾ. സോ ആപ്പിൾ വീണപ്പോഴാണ് ഓക്കെ ഗ്രാവിറ്റി, എന്തുകൊണ്ടാണ് ആപ്പിൾ താഴോട്ട് വീണത്? എന്റെ തലയിലോട്ട് വീണു. സോ എന്തുകൊണ്ടാണ് ആപ്പിൾ എന്റെ തലയിലോട്ട് വീണത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഇന്ന് പഠിക്കുന്ന G is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ, ആ ഒരു ഗ്രാവിറ്റിയുടെ കാര്യം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇറ്റ്സ് പ്യോർലി ബിക്കോസ് ഓഫ് വാട്ട് ഹ്യൂമൻ thought of. It makes a new human being more analytical, logical and rhetoric able to contend. So it gives and the other philosophy, logic and rhetoric able to contend. So other logics, moral grave എന്താണ്? moral grave എന്ന് പറയുമ്പോൾ other philosophies. So it gives a deep knowledge and sort of things. And the moral grave or the other sort of philosophies will provide more deep enlightenment, acknowledgement about what justice is, what truth is, how should truth be able to discovered. ഇല്ലെങ്കിൽ ആ ഒരു എക്നോളജ്മെന്റ്, എൻലൈറ്റൻമെന്റ് ആണ് അവിടെ വരുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ട്രൂഡന്റ് ഹ്യൂമൻ ബീയിങ് ആക്കുന്നത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് കിട്ടിയ ഒരാളാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അത് ഫിലോസഫീസ് ഉപയോഗിച്ചാണ്. ഒരു വ്യക്തി കൈക്കൂലി മേടിക്കുന്നു, ബ്രൈബറിക്ക് കേസിനകത്താകുന്നു. സോ ഈ കൈക്കൂലി മേടിക്കുന്ന ആളുടെ ലക്ഷ്യം എന്താണ്? എനിക്ക് പൈസ കിട്ടണം, ഇല്ലെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് സം ക്യാഷ്. സോ ഈ ഒരു വ്യക്തിയുടെ ഗോൾ അത് മാത്രമാണ്. വാട്ട് ഇഫ് ഹി തിങ്സ് ദാറ്റ് ഈ ഒരു ബ്രൈബറിയിലൂടെ എന്താണ് മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഒരു ചാൻസ് ആണ് ഞാൻ കളഞ്ഞു കുളിക്കുന്നത്, ഇറ്റ്സ് എ റോങ് എന്ന് പറയുന്ന തോട്ട് അല്ലെങ്കിൽ അക്നോളജ്മെന്റ്, ഒരു എൻലൈറ്റൻമെന്റ് ദാറ്റ് ജസ്റ്റിസ്, ദ തോട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹ്യൂമന് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴും കുറ്റം മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? നോ. എവ്രി വൺ എപ്പോഴെങ്കിലും ഒരു
ഘട്ടത്തിലെങ്കിലും they will think as a prudent man, they'll think as a prudent man. Clear അല്ലേ മക്കളെ? So this logic and rhetoric nature, this logic and rhetoric nature, it trains a human being to live in such a society where changes are inevitable. ഒരു സൊസൈറ്റിയിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണല്ലേ, അതിന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചേഞ്ചസിന് മാത്രം മാറ്റാൻ പറ്റില്ല, കാരണം ഓരോ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചേഞ്ചസ് ആർ ഇന്നെവിറ്റബിൾ. സോ ലോജിക്കും റെട്ടറിക്കും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ആ ഒരു ചേഞ്ചസിന്റെ ഇടയിലൂടെ പിടിച്ചിരിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഡിബേറ്റ്സ് വരുമ്പോൾ അവരുടെ ഐഡിയോളജീസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ബേക്കൻ പറയുന്നത്. മൂവിങ് ഓൺ. Is a Latin term. Abens studia in mos. Abens studia in mos. This is a Latin term. നിങ്ങൾക്ക് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയും ഒരു ഐഡിയ കിട്ടാത്തൊരു സോർട്ട് ഓഫ് ഒരു ചെറിയൊരു ഫ്രേസ് ആണ്. അബൻ സ്റ്റഡിയ ഇൻ മോസ് എന്ന് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജിലാണ് തന്നിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഇറ്റ്? സ്റ്റഡീസ് പാസ് ഇൻടു ആൻഡ് ഇൻഫ്ലുവൻസ് മാനേഴ്സ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് രണ്ടാണ് ഉള്ളത്, രണ്ട് നേച്ചറാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഉള്ളത്. നോർമലി സേയിങ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നമ്മൾ പറയുകയാണെങ്കിൽ ഹിസ് പ്രൂഡൻ്റ് ആയിട്ടുള്ള, നമ്മൾ സെൽഫ് തിങ്കിങ് ആയിട്ടുള്ള, നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെന്റലി ആൻഡ് ഫിസിക്കലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്. ഹി ഇസ് ഹാവിങ് ടു വേസ്. ദ ഫസ്റ്റ് വൺ ഇസ് ലോജിക്കൽ മാൻ. And the second one is emotional or rhetoric man. The emotional circumstance, like emotional side and the logic side of a human being, or the moral, ഇവിടെ നമുക്ക് വേണമെങ്കിൽ moral എന്ന് ഉപയോഗിക്കാം. The moral side എങ്ങനെയാണ് ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എൻക്രേവ് ചെയ്ത് എടുക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അവൻ സ്റ്റഡിയ ഇൻ മോസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ്, ലാറ്റിൻ ഫ്രേസിലൂടെ പറയുന്നത് എന്താണ്? സ്റ്റഡീസ് പാസ് ഇൻടു ആൻഡ് ഇൻഫ്ലുവൻസ് മാനേഴ്സ്. നമ്മൾ എന്താണോ പഠിക്കുന്നത്, നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മേ ഇറ്റ് ബി ഓഫ് ജസ്റ്റിസ്, ഈ ഒരു ജസ്റ്റിസിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ വായിക്കുകയാണ്. ഇതെന്താണ് മനുഷ്യനെ ചിന്തിക്കുന്നത്? ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒരു ക്രൈം, ഒരു തീവ് ഒരു ക്രൈം ചെയ്തു, ആ ക്രൈം ചെയ്തു കുറ്റത്തിന് അർഹനാണ് എന്ന് റൂൾസ് പറയുന്നു. ഈ റൂൾസ് പറയുന്നത് കൊണ്ട് ആ വ്യക്തിനെ ജയിലിൽ പിടിച്ചിടുക എന്നത് ഒരു ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി, പ്രൂഡന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി അത് ചെയ്യുന്നു. ജയിലിൽ പിടിച്ചിടുന്നത് ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ തെഫ്റ്റ് ഇസ് ഈക്വൽ ടു ജയിലിൽ ഇത്ര ദിവസം ഇല്ലെങ്കിൽ ഇത്രയും മാസം പിടിച്ചിടാം, അതാണ് സംഗതി. അപ്പോൾ ആ ഒരു തെഫ്റ്റിന്റെ പോയ ആ വാല്യൂ അനുസരിച്ച് അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി ജയിലിൽ ഇത്രയും നാളെ പിടിച്ചിടാം. And the second one is the moral or emotional thing. എന്തുകൊണ്ടാണ്? Why did he do that? Why did he do such a crime? Why did he do that? Why did he do such a thing? എന്നൊരു ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ it is the moral side of a human being. നമ്മൾ കോർട്സിലൊക്കെ പോയി കാണുമ്പോൾ അവിടുത്തെ ജഡ്ജസ് എങ്ങനെയാണ് ഇങ്ങനെ ജഡ്ജ്മെന്റ്സ് ഒക്കെ എഴുതുന്നത്? അവർക്ക് ചുമ്മാ ഓക്കെ ഇവർ തെഫ്റ്റ് നടത്തിയിട്ടുണ്ട്, ഇവരൊരു മർഡർ നടത്തിയിട്ടുണ്ട്, ഇവരൊരു പ്രൈമറി കേസസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, സോ ഐ ഹാവ് ടു ഗിവ് സച്ച് ആൻഡ് സച്ച് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. വിത്ത് പ്രോപ്പർ എവിഡൻസസ് ദിസ് ജഡ്ജ്മെന്റ് അനലൈസ് ആൻഡ് റൈറ്റ് manner why was the judgment made, why such a judgment was made, why such a judgment was made. അവിടെയാണ് റേഷ്യോ ഡിസിഡന്റ് എന്നൊക്കെ പറയും. സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? അവിടെ ആ മനുഷ്യൻ ചെയ്തതിൽ ലോജിക് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ പോരാ, മോറലി അല്ലെങ്കിൽ ഇമോഷണലി വൈ ഡിഡ് ഹി ഡു സച്ച് എ ക്രൈം? അവര് മേ ബി അവർക്ക് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നെസസിറ്റിയുടെ കാരണം കൊണ്ട് ചെയ്തതായിരിക്കാം എന്നൊക്കെയുള്ള ഒരു ഫാക്ടേഴ്സ് നമ്മൾക്ക് അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ എന്തായിട്ട് വരുന്നത്? അവിടെ ആ പ്യോർ
അപ്ലിക്കേഷൻ ഓഫ് നോളജ് വരുന്നത്. സോ ആസ് ഇൻ ദിസ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ബിഹേവിയർ അല്ലെങ്കിൽ മാനേഴ്സിലോട്ടും കൂടെ വരികയാണ് ചെയ്യുന്നത്. എന്താണോ നമ്മൾ പഠിച്ചത്, നമുക്ക് ലോ അറിയാം ഇത്രയാണ് ജയിൽ ശിക്ഷ കൊടുക്കണം, പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്തു എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ അത് ഫിലോസഫീസ് ഉപയോഗിച്ച് നമ്മളുടെ ബ്രെയിനിന് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എന്തിനാണ് ആ വ്യക്തി അങ്ങനത്തെ ഒരു ക്രൈം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് മക്കളെ വരുന്നത്? ആ ഒരു ലോജിക്സ് അല്ലെങ്കിൽ ലോജിക് പ്ലസ് ഇമോഷണൽ മോറൽ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് our manner or behavior, the way of our behavior, the manner of what we are doing എന്നൊക്കെ ഒരു നമ്മളുടെ ഒരു ക്യാരക്ടറായിട്ട് നമ്മളുടെ സ്റ്റഡീസ് അലൈൻ ചെയ്യുന്നു. നമ്മൾ എന്താണോ പഠിക്കുന്നത് അതും നമ്മളുടെ ആ ഒരു ജസ്റ്റിസും നമ്മൾ എന്താണോ വ്യക്തി ആ ഒരു ക്യാരക്ടറും തമ്മിൽ അലൈൻ ചെയ്യും. സോ യു ഹാവ് ടു സ്റ്റഡി ഗുഡ് തിങ്സ്. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം കണ്ടുപഠിക്കുക, കേട്ട് പഠിക്കുക എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നല്ലത് മാത്രം കണ്ടും കേട്ട് മാത്രം പഠിക്കുന്ന ആൾക്കാർക്ക് നല്ലത് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ എപ്പോഴും we should be cunning and we have to analyze what is right and wrong. We have to have that ലോജിക്കൽ പാർട്ട് ഓഫ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇമോഷണൽ ആയിട്ട് മാത്രം ചിന്തിച്ചാൽ പറ്റില്ല. ഇമോഷണൽ അല്ലാതെ ലോജിക്സ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്താലും പറ്റില്ല. ദി കംപ്ലീറ്റ് മാൻ ഷുഡ് ഹാവ് എ ലോജിക്. അതായത് സ്റ്റഡീസ് കം മോറൽ വാല്യൂസ് എന്നതുകൊണ്ടാണ് ഒരു മാനിനെ കംപ്ലീറ്റ് ആക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ ദ നെക്സ്റ്റ് പോർഷൻ ഇസ്, so my dear kiddos, the second portion is, neither no stand or impediment in the way, but may be wrought out by fit studies. Like as disease of the body may have appropriate exercise. So this sentence says that neither no stand or impediment in the wit, but they may be wrought out by fit studies. Like disease of the body may have appropriate exercise. ഇവിടെ പറയുന്നത് ഒരു മെന്റലി ഇൻകേപ്പബിൾ ആണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് മെന്റലി ഇൻകേപ്പബിൾ ആണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. Because the curative thing is within the studies itself. ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ മെന്റൽ ഡിസീസിനെ അല്ലെങ്കിൽ മെന്റൽ ഡിസബിലിറ്റീനെ കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ നമ്മളുടെ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ബീങ് എഡ്യൂക്കേറ്റഡ് ഓർ റീഡിങ് ഹെൽപ്സ് എ മാൻ ബി മെന്റലി ഹാപ്പി ഓർ മെന്റലി ഫ്രൂട്ട്ഫുൾ എന്നാണ് പറയുന്നത്. സോ ഒരു ഹ്യൂമൻ ബീങ്ങിന് മെന്റൽ ഡിസീസ്, ഒരു മെന്റൽ ഡിലമ മെന്റൽ ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രസ്ട്രേഷനോ ഡിപ്രഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? സ്റ്റഡി ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് ഒരു മെന്റൽ ഡിസീസിന് പോലും ഒരു മനുഷ്യനെ തകർക്കാൻ സാധിക്കില്ല. if he is studying the whole mental ability shall be becoming renewed by studying. Just as diseases are cured by maintaining or making fit of our body, നമ്മളുടെ ഹ്യൂമൻ ബോഡീനെ ഫിറ്റ് ആക്കുന്നത് പോലെ, നമ്മളുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെപ്പോഴും ജിമ്മിൽ പോയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുമല്ലേ, അതുപോലെ നമ്മളുടെ മെന്റൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. നമ്മൾ പലരും അതിനായിട്ട് യോജിക്കുമോ ഇല്ലയോ എന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. വൈ? ബിക്കോസ് നമ്മൾക്ക് കൂടുതൽ നമ്മുടെ സ്കൂളിലൊക്കെ പോയി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓക്കെ നമുക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണം, നമ്മുടെ ക്യാപ് മാർക്ക് ഫുൾ A+ ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രസ്ട്രേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, if we study with wholeheartedness, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ 100% മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ മെന്റൽ റിലീവ്. ആക്ച്വലി ഇറ്റ് വിൽ ബി എ മെന്റൽ റിലീവ് എന്നാണ് നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു തരുന്നത്. ആൻഡ് ഹി ഓൾസോ ഗിവ്സ് എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ ദ സ്റ്റോൺ ആൻഡ് റെയിൻസും സ്റ്റോൺസ് ഒക്കെ. റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റെയിൻസ് നമ്മളുടെ കിഡ്നിക്കകത്ത്, ഹ്യൂമൻ കിഡ്നിക്കകത്ത് ഉള്ള ഒരു ചെറിയ പാർട്സിനാണ് റിങ്സ്. സോ ദിസ് റെയിൻസ് ആൻഡ് സ്റ്റോൺസ് കിഡ്നി സ്റ്റോൺസിനും ബ്രെയിൻസിനൊക്കെ നമ്മൾക്ക് അങ്ങനത്തെ ഡിസീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്? ബോളിംഗ് വിൽ ഹെൽപ്പ് us. ബോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈ ഒരു ഡിസീസിനൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സെക്കൻഡ് വൺ ഇസ് ബോളിംഗ് is good for the one stone and brains.
ഷൂട്ടിംഗ് ഫോർ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. ഷൂട്ടിംഗ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ലങ്സിനും ബ്രസ്റ്റിനും കൂടെ നമുക്ക് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ജെന്റൽ വാക്കിംഗ് ഫോർ ദി സ്റ്റമക്ക് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിസ്ക് വാക്ക്, ഒരു ജെന്റൽ ആയിട്ടുള്ള വാക്കിംഗ്, മോർണിംഗ് വാക്കായിട്ട് ഈവനിങ് വാക്കായിട്ട് അത് നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. റൈഡിങ് ഫോർ ദ ഹെഡ്, നമ്മൾ റൈഡ് ചെയ്യുന്നത് നമ്മളുടെ തലയ്ക്ക് ഒരു ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി, ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് അസ്, മേ ബി എനി കൈൻഡ് ഓഫ് റൈഡിങ്സ് ആൻഡ് ദ ലൈക്ക് ത്രൂ ദിസ് ഇറ്റ് ഈസ് ഡിനോട്ടിംഗ് ദാറ്റ് ഇങ്ങനെ പലതരത്തിലുള്ള എക്സസൈസസ് ഉണ്ട്. മേ ബി ഓഫ് ബോളിംഗ്, മേ ബി ഓഫ് ഷൂട്ടിംഗ്, മേ ബി ഓഫ് റൈഡിങ്, എനി സോർട്ട് ഓഫ്, അല്ലെങ്കിൽ വാക്കിംഗ്, ഒരു ബ്രിസ്ക് വാക്കിൽ നിന്ന് പോവുക. ഇതൊക്കെ നമ്മളുടെ ബോഡീനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്യുന്നതാണ്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. നിങ്ങൾ ജനറൽ വാക്ക് ചെയ്താൽ, നമ്മൾക്ക് ഈവനിങ് വാക്കിന് പോയാൽ യു വിൽ ബി വെരി ഫിറ്റ്. നിങ്ങൾ ജിമ്മിൽ പോയാൽ യു വിൽ ബി വെരി ഫിറ്റ്. ആ ഒരു ഫിറ്റ്നസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ എക്സ്റ്റേർണൽ എക്സസൈസസ് നമ്മൾ പുട്ട് ഇൻ ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ദാറ്റ്, in a similar manner, we should give a mental fitness to our minds or brain by studying. So if a man's wit by wandering, let him study the mathematics. എന്താണ് മക്കളെ പറയുന്നത്? If a man's wit by wandering, നമ്മൾക്ക് സോ ഇവിടെ physical exercises for curing bodily diseases. ബോഡിലി ഡിസീസസ് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഫിസിക്കൽ എക്സസൈസസ് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് പറയുന്നത്? ഇതേപോലെ നമ്മൾക്കൊരു എക്സസൈസ് ആണ് സ്റ്റഡിയിങ്ങും. സോ ഈ സ്റ്റഡിയിങ്ങിനും എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സസൈസ് ഫോർ ദ മെന്റൽ ഫിറ്റ്നസ്. മെന്റൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ഒരു മെന്റൽ എക്സസൈസ് ആണ് സ്റ്റഡിയിങ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. So, if a man's wit be wandering, let him study the mathematics. നമ്മളുടെ ബ്രെയിന് ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരു ഭയങ്കര ലെസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്രെയിൻ ആണെങ്കിൽ, ആ വ്യക്തി മാത്തമാറ്റിക്സ് പഠിച്ചോട്ടെ എന്നാണ് നമ്മളുടെ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. അതിന് കാരണം എന്തായിരിക്കും മക്കളെ? ഇഫ് മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഹോൾ കോൺസെൻട്രേഷൻ അവർ ചെയ്ത പ്രോബ്ലംസിലായിരിക്കണം. അവർ ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു കംപ്ലീറ്റ് നോളജും അവരുടെ എഫേർട്ട് മൊത്തത്തിൽ ആ ഒരു പ്രോബ്ലത്തിലോട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. വാട്ട് ഇഫ് ആർ കോൺസെൻട്രേഷൻ ഡീവിയേറ്റ്സ് മിഡ് വേ? നമ്മൾ പെട്ടെന്ന് കോൺസെൻട്രേഷൻ പകുതി വഴി വെച്ച് പോയാൽ എന്താവും? വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ്. നമ്മുടെ സാധനം തെറ്റിപ്പോവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു കംപ്ലീറ്റ്ലി റീസ്റ്റാർട്ട് ദ പ്രോബ്ലം. അതുകൊണ്ട് മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ്. For in demonstrations, if his wit be called anyways never so little, he must begin again. അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മളിങ്ങനെ വരച്ചുകൊണ്ട് നമ്മൾ എന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് വരികയാണ്, എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് അത് വാണ്ടർ ചെയ്യാൻ പോയി നമ്മളുടെ മൈൻഡ് കോൺസെൻട്രേഷൻ വിട്ടുപോയാൽ എന്ത് ചെയ്യും? നെവർ സോ ലിറ്റിൽ ഹി മസ്റ്റ് ബിഗിൻ അഗൈൻ. ഒന്നും കൂടെ തുടങ്ങേണ്ടി വരും. സോ ആ ഒരു വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഹി വിൽ ബി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് അപ്പോൺ വാട്ട് ഹി ഈസ് ഡൂയിങ് ഇൻ മാത്തമാറ്റിക്സ്. സോ ഇങ്ങനെ കോൺസെൻട്രേഷൻ ഇല്ലാതെ വാണ്ടർ ചെയ്യുന്ന മൈൻഡ് ആണെങ്കിൽ ലെറ്റ് ഹിം ഡു മാത്തമാറ്റിക്സ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. If his wit be not apt to distinguish or find differences, let him study schoolmen, for they are semnisectors, splitters of hair. So, if his wit be not apt to distinguish or find differences, ഒരു മനുഷ്യന് എന്താണ് രണ്ട് കാര്യം കൊടുത്തിട്ട് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ അതിനകത്തെ ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു രണ്ട് ചോയ്സസ് കൊടുത്തിട്ട് അതിൽ ഏതാണ് ബെറ്റർ എന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനകത്ത് ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അത് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പ്രോബ്ലം ഒക്കെ മൈൻഡിനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് പഠിക്കട്ടെ? ലെറ്റ് ഹിം സ്റ്റഡി ദ സ്കൂൾമെൻ. സ്കൂൾമെൻ എന്ന് പറഞ്ഞാൽ
ഫിലോസഫീസ് ഒക്കെ ഓരോ സ്കൂൾസ് വൈസ് ആണ്. നമ്മൾക്ക് ജൂറിസ്പ്രുഡൻസ് പഠിക്കുകയാണെങ്കിൽ ഓരോ സ്കൂൾ വൈസ് ആണ് നമ്മൾ ഓരോ കാറ്റഗറി പറയുന്നത്. വാട്ട് യു മീൻ ബൈ സ്കൂൾസ് എന്ന് പറയുമ്പോൾ ഒരേ സിമിലർ കൈൻഡ് ഓഫ് ഐഡിയോളജീസ് ഉള്ള ഫിലോസഫേഴ്സ് എല്ലാം കൂടെ ഒരു സ്കൂളിലാണ് വരുന്നത്. ഇപ്പോ ജോൺ ബെന്തം ഇങ്ങനെ പറഞ്ഞു, സോ ഹീസ് ഇൻ സർട്ടൻ പെർട്ടിക്കുലർ. ജോൺ ബെന്തം എന്ന് പറയുന്നത് ഒരു ഫിലോസഫർ ആണ്. സോ ഈ ജോൺ ബെന്തം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ he'll be in a particular school. ആ ഒരു സ്കൂളിലായതുകൊണ്ട് ബാക്കിയുള്ള അതേ സിമിലർ തോട്ട്സ് ഉള്ള ആൾക്കാർ മുഴുവനും ആ സ്കൂളിലെ മെമ്പേഴ്സ് ആണ്. നമ്മളിപ്പോ നമ്മൾ ഹാരി പോട്ടറിൽ കണ്ടിട്ടുണ്ടല്ലേ, സ്ലിതറിൻ അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ സ്കൂൾസിലേക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ വെക്കാണ്. അവരുടെ എബിലിറ്റീസ്, മേ ബി അവരുടെ അബിലിറ്റീസ് നോക്കിയിട്ടായിരിക്കാം. ആ ഒരു ഫാക്ടേഴ്സ് പോലെ സിമിലർ ആയിട്ട് നമ്മുടെ അവരുടെ ഫിലോസഫി ആൻഡ് ഐഡിയോളജീസ് ആൻഡ് തിയറീസ് വെച്ചിട്ട് അവർ ഓരോ സ്കൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്കൂൾ മെന്നിന്റെ ഫിലോസഫീസ് വായിച്ചോട്ടെ, അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഡിഫറൻസസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ലെറ്റ് ദം സ്റ്റഡി ദ സ്കൂൾ മെൻ. അവരുടെ പറയുന്ന ഫിലോസഫീസ് അവർ വായിച്ചു നോക്കട്ടെ. ഇപ്പൊ ദേ ആർ സിംനായി സെക്ടേഴ്സ്, splitters of hair. Semnoid sectors എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? Semnoid specters is nothing but തലമുടി ഇഴകളിലെ അതുപോലും സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ, തലമുടി ഇഴ എന്ന് പറയുമ്പോൾ ഇത്രക്കേ ഉണ്ടാവുള്ളൂ, അതുപോലും കീറി മുറിച്ച് അനലൈസ് ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ള ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. So Semnoid sectors means splitters of hair. ഹെയറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതിനെ പോലും പഠിക്കുന്ന ആൾക്കാരാണ്. സോ what do you mean by Semnoid specters? The keen observers, the keen analyzers എന്നാണ് Semnoid specters കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ Semnoid specters ആണ് ഈ ഫിലോസഫേഴ്സ് ഒക്കെ അല്ലെങ്കിൽ സ്കൂൾസ് ഒക്കെ വരുന്നത്. ഒരേ സ്കൂളിൽ തന്നെ ഡീവിയേറ്റഡ് ഇന്നർ ഐഡിയോളജീസ് ഉള്ള ആൾക്കാരുണ്ടാകും. Why? Because they are deeply analyzing and criticizing each and every ideologies they are hearing about. So in a similar manner, if you having a defect with what you have defect with your mind in distinguishing people or in distinguishing the situations, or we have a problem with finding the differences, let them study school men എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. And the third thing he prefers is if he be not apt to beat over matters and to call upon one thing to prove and illustrate another, let him study the lawyer's cases. തേർഡ് പഠിക്കാൻ പറയുന്നത് lawyer's cases. എന്തുകൊണ്ടായിരിക്കാം മക്കളെ? ഇഫ് യു ബി നോട്ട് ആപ്റ്റ് ടു ബീറ്റ് ഓവർ മാറ്റേഴ്സ്, ഒരു മാറ്ററിനെ കുറിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഒരു മാറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ടു കോൾ അപ്പോൺ വൺ തിങ് ടു പ്രൂവ് ആൻഡ് ഇലസ്ട്രേറ്റ് അനദർ, ഒരു കാര്യം വെച്ച് മറ്റുള്ളതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഈ ഒരു സിമിലർ സിറ്റുവേഷനിൽ നടന്നതായിട്ട് മറ്റതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് അത് ഇതാണ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് സ്റ്റബേൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു സ്റ്റബേണിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കത് കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ let him study lawyers cases എന്നാണ് പറയുന്നത്. So here Francis Bacon is telling us study lawyers cases. Why? Because നമ്മൾ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു കേസ് ലോ എടുക്കുകയാണെങ്കിൽ, someone with X versus state of India, state of Punjab അല്ലെങ്കിൽ state of Kerala, സംതിങ് ഉണ്ടാകും. അപ്പൊ X versus Y ആണ് നമ്മുടെ കേസ് എന്ന് വിചാരിച്ചു. എക്സ് വേഴ്സസ് വൈ. നമ്മളുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോടതിയിൽ കൊടുക്കുന്ന ഒരു കേസാണ്, നമ്മൾ വക്കീലിനടുത്ത് പോയി കൊടുക്കുന്ന കേസാണ് എക്സ് വേഴ്സസ് വൈ. സോ എക്സ് വേഴ്സസ് വൈ എന്ന് പറയുന്ന കേസസിൽ നമ്മൾ എന്തൊക്കെ തീരുമാനിക്കണം? ഇത് എന്താണ് എൻ്റെ ലീഗൽ റൈറ്റ്, എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എൻ്റെ ലീഗൽ റൈറ്റ് എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, വാട്ട് ഷുഡ് ഐ ഗെറ്റ്, വാട്ട് ഇസ് മൈ ഈ വന്നിട്ടുള്ള ഡാമേജ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് എനിക്ക് കിട്ടേണ്ട ഒരു പ്രതിഫലം എന്താണ്, അതിനാണ് നമ്മൾ സിംപ്ലി ഡാമേജസ് എന്ന് ലീഗൽ ഭാഷയിൽ പറയുന്നത്. സോ ഡാമേജസ് എന്താണ് എനിക്ക് കിട്ടേണ്ടത്. ആൻഡ് ദി തേർഡ് വൺ ഇസ് ബൈ വാട്ട് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ മാനർ. അല്ലെങ്കിൽ ജഡ്ജസ് ചോദിക്കും, ഓക്കെ നിനക്കത് കിട്ടണമെന്ന് നീ പറയുന്നു, ബൈ വാട്ട് മീൻസ് ഐ ഹാവ് ടു ഗിവ് യു ദാറ്റ്. അല്ലെങ്കിൽ മറ്റു പാർട്ടിയോട് ഞാൻ എന്ത്
കാര്യം കൊണ്ടാണ് നിനക്കത് തരണം എന്ന് പറയുന്നത്? ഡു യു ഹാവ് എനി പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ മുന്നേ തീരുമാനിച്ചു വെച്ചിട്ടുള്ള, മുന്നേ നമ്മൾ ഒരു കേസ് വിധിച്ചിട്ടുണ്ട്, ആ വിധിനെ പിന്തുടർന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു കേസ് പറയാണ്, ഒരു മർഡർ കേസ് പറയാണ്. അപ്പൊ നേരത്തെ നടന്ന മർഡർ കേസിൽ ഇങ്ങനെയാണല്ലോ ആ ജഡ്ജ് പറഞ്ഞിട്ടുള്ളത്, സുപ്രീം കോർട്ട് ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ഹൈക്കോർട്ടിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടാണ് ലോയേഴ്സ് വാദിക്കുന്നത്. സോ ഇറ്റ് സീസ് ഇൻ ദിസ് ഈ ഒരു സബ്ജക്റ്റില് മേ ബി ഇന്ന മർഡർ കേസിൽ SC അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഇങ്ങനെ വിധിച്ചിട്ടുണ്ട്, ആസ് പെർ ഇന്ന ഇയറില് സുപ്രീം കോർട്ട് ഇന്ന റൂൾ പ്രകാരം, ഇന്ന സെക്ഷൻ, ഇന്ന ആർട്ടിക്കിൾ പ്രകാരം ഇങ്ങനെ വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വക്കീല് വാദിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇഫ് ഹി cannot get over the beat over the matters, or if he could not call upon to prove and illustrate what has happened in certain particular things, let him study lawyer's case. അതിലൂടെ one will be able to prove something, or he'll be able to demonstrate something, and he'll learn how to substantiate certain points that we are having with us. നമ്മളുടെ പോയിന്റ്സ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ പറയുന്നതാണ് ശരി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. may it be a lie or some sort of twisted rights and all, it shall be a truth before the law while it is certain. നമ്മൾ ഒരു പ്രൂവ് ചെയ്ത കാര്യമാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ അതൊരു ഫാക്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. So that's what we deal with the lawyers' cases. So Francis Bacon is telling us we're having mental diseases such and such, like നമ്മളുടെ മൈൻഡ് വാണ്ടർ ചെയ്യാണ്, കോൺസെൻട്രേഷൻ ഇല്ല. Let him study mathematics. Or if he cannot distinguish or find differences between the situations or choices, let him study the schoolman's philosophy. And the third one, if he cannot beat over the matters or call upon or illustrate something, let him study the lawyer's cases. എന്നൊക്കെ ഫ്രാൻസിസ് ബേക്കൺ പറയാണ്. Why? Because all such mental diseases shall be cured by studies, and not because of a sole mental thing. It shall be given with it shall be cured with studies എന്നാണ് നമ്മളുടെ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. So every defect of the mind may have a special receipt. അതായത് ഓരോ മെന്റൽ ഡിസീസസിനും അല്ലെങ്കിൽ മെന്റലായിട്ട് നമുക്ക് എന്ത് എഫക്ട്സ് ഉണ്ടെങ്കിലും അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പഠിച്ചാൽ മതി. അത് എന്താണ് നമ്മളുടെ ഡിഫക്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട്, എല്ലാ ഹ്യൂമൻ ബീങ്സിനും അവർ 100% മെന്റലി റൈറ്റ് ആയിരിക്കുകയല്ല. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് എന്താണോ ഡിഫക്റ്റ് ഉള്ളതെന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ബിഹേവിയർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളായിക്കോട്ടെ, വി ഷുഡ് അനലൈസ് വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് ആർ മെന്റൽ കപ്പാസിറ്റിയിൽ എന്താണ് നമ്മളുടെ, എവിടെയാണ് നമ്മളുടെ IQ കുറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾക്ക് പോരായ്മകൾ ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം we have to study a particular thing to retain and to sharpen our mind. ആ ഒരു ഷാർപ്നെസ് കിട്ടുന്നത് എല്ലാ മെന്റൽ ഡിസീസിനും ഒരു ക്യൂറേറ്റീവ് ആയിട്ടാണ് എന്ത് വരുന്നത്, സ്റ്റഡീസ് വരുന്നത് എന്നാണ് നമ്മളോട് ഫ്രാൻസിസ് ബേക്കൺ, ദ മോസ്റ്റ് റെനൗൺഡ് ഓഥർ ആയിട്ടുള്ള ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് സെറ്റ് അല്ലേ? സോ വിത്ത് ദിസ് we have completed our chapter of studies by Francis Bacon. We have looked about what is studies എന്ന് നമ്മൾ പഠിച്ചു. As a recap, what is studies എന്ന് നമ്മൾ പഠിച്ചു. For delight, as is used for delight as an ornament, and for stability it is used എന്ന് നമ്മൾ പഠിച്ചു. And the second one, how we should treat these studies. എങ്ങനെയാണ് നമ്മൾ സ്റ്റഡീസ് ഉപയോഗിച്ച് നമ്മളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മാനേഴ്സ് നമ്മൾ ഗ്രാസ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്രേവ് ചെയ്ത് എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. And the second paragraph tells us about how we should use our studies. We should use our studies എന്നാണ് നമ്മൾ പഠിച്ചത്. And what are the divisions, reading, conference and writing എന്ന് നമ്മൾ സെക്കൻഡ് പാരയിൽ പഠിച്ചു. And the third para says is about ഒരു മെന്റൽ എലമെന്റ് നമുക്ക് ഇല്ലെങ്കിൽ, മെന്റലി നമ്മൾ ഒന്നിൽ വീക്ക് ആണെങ്കിൽ, what should be done is simply study a certain subject which will cure your mental illness, as if you give a certain amount of bodily exercise to be fit.
സോ ആ ഒരു ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട്, മെന്റൽ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് വി ഷുഡ് സ്റ്റഡി എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു വെക്കുന്നത്. സോ വിത്ത് ദിസ് we are winding up. This is Sharon Rooney, so winding up our session with a colorful pop-up. So thank you, my dear kiddos. Thank you. Bye-bye.